ഇത് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. സൊമാറ്റോ ഡെലിവറി ബോയിൽ നിന്നിട്ട് നമ്മുടെ എൻട്രി കോഡിംഗ് കോഴ്സ് എടുത്ത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്ന ആളാണ് ആഷിഖ്. മുഹമ്മദ് ആഷിഖ് PM. എനിക്ക് ലോകത്തിന് വേണ്ടിയിട്ട് ഒരു യുണീക്ക് സാധനം അഥവാ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും അതെനിക്ക് ചെയ്യണം. പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് എങ്ങനെയും കൊടുക്കാം. അതിന് ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ദർസ് പഠിക്കുന്ന ഒരാളാവുമ്പോൾ എല്ലാവർക്കും ഒരു ഉസ്താദ്, ഖുർആന്, പള്ളി, ആ ഒരു ഇതിലെ ഫുള്ള് പോവല്ലേ? സത്യത്തിൽ അങ്ങനെയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെസ്റ്റ് വേർഷനായിട്ട് ഞാൻ അവിടെ പെർഫോം ചെയ്തു. എന്നെ ആ സദസ്സിലുള്ള എല്ലാവരും കൈയടിച്ചു. ഹലോ ഗായ്സ്, ഇത് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. സൊമാറ്റോ ഡെലിവറി ബോയിൽ നിന്നിട്ട് നമ്മുടെ എൻട്രി കോഡിംഗ് കോഴ്സ് എടുത്ത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്ന ആളാണ് ആഷിഖ്. സോ ആഷിഖ്, വെൽക്ം ടു ദ ഷോ. അപ്പോൾ ആഷിഖ് നമ്മുടെ ഓഡിയൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എൻ്റെ പേര് മുഹമ്മദ് ആഷിഖ്. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം എന്നുള്ള പ്രദേശത്ത് നിന്നാണ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറബി കോളേജിലാണ്, ജാമിയ റഹീമിയ എന്ന് പറയും. എനിക്ക് സെപ്പറേറ്റ് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഓക്കെ. ഞാൻ കോഡിങ്ങിലോട്ട് എത്താണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡെഫിനേഷൻ ആവും, വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് മോണിറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളാവും. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിഷയത്തിൽ എനിക്ക് 0 മാർക്ക് കിട്ടിയിട്ട് HM എപ്പോഴും എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പാസ്സാവും. അപ്പോൾ ടീച്ചർ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആഷിക്ക് കമ്പ്യൂട്ടറിൽ 0 മാർക്കാണ്. ഞാനന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്. അപ്പം എൻ്റെ ഇപ്പം ഒന്ന് നോക്കിയിട്ട് ശരി. അന്ന് ദർസിലേക്ക് പോകാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്, അതിനോട് ബന്ധപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ടീച്ചർ കയറി പറഞ്ഞു. അപ്പോൾ അപ്പയും പിന്നെ ഇപ്പൊ ഏതായാലും നാട്ടിൽ നിന്നാ പഠിക്കൂല, അപ്പൊ അതുകൊണ്ട് ഇനി ദർസിൽ കൊണ്ടാക്കാന്നുള്ള ഒരു ഇതിലാണ്. ആ കമ്പ്യൂട്ടറിൽ 0 കിട്ടി എന്നുള്ള ഒരു റീസൺ കൊണ്ടാണ് സത്യത്തിൽ ദർസിലോട്ട് പോകാനുള്ള. ചിലപ്പോൾ അവർക്ക് പേടിയായിട്ടുണ്ടാവും. ഇപ്പൊ നാട്ടിൽ നിന്നാ ചിലപ്പോ ദർസിൽ നിന്നാ ഉസ്താദ് പഠിച്ചിട്ടെങ്കിലും ഒന്ന് ബെറ്റർ ആവുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ കൊണ്ടാക്കിയ. ഞാൻ അവിടുന്നാണ് എന്റെ ജേർണി സ്റ്റാർട്ട് ആവുന്നത്. കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ലല്ല, കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എനിക്കൊന്നുമില്ല. ചെറുപ്പം മുതൽ ആഗ്രഹമുണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ആരോ പറഞ്ഞു, എനിക്ക് ആരാന്നറിയില്ല, ഉമ്മാനോട് ആരോ പറഞ്ഞു എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. ഓക്കെ. അപ്പൊ ഉമ്മാനോട് ആരോ പറഞ്ഞു, അത് ഇപ്പത്തെ ഇതൊന്നും നോക്കണ്ട, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതൊന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഉമ്മാനോട് ആ പറഞ്ഞതും ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫോട്ടോഷോപ്പ് ചെറുപ്പം മുതലേ കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വാപ്പാനോട് പറഞ്ഞു. വാപ്പ ഗൾഫിലുള്ള സമയത്ത് വാപ്പാനോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് വാപ്പ ഒരു കമ്പ്യൂട്ടർ കൊടുന്നു. പിന്നെ അതിന്റെ ഇതില് എനിക്ക് UKG-യിലാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ കമ്പ്യൂട്ടർ വെക്കുകയും ചെയ്തു. പിന്നെ അതിന് ശേഷം കോളേജിലെത്തി. അവിടെ നല്ല സപ്പോർട്ടാണ്, അന്ന സമയത്ത് നല്ല സപ്പോർട്ടാണ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ എനിക്ക് ഫുള്ളായിട്ട്, എനിക്കല്ല കുറേ സ്റ്റുഡൻസിന് ഫുള്ളായിട്ട് അവൈലബിൾ ആക്കി കൊടുത്തു കമ്പ്യൂട്ടർ ലാബ്. എന്ത് വേണേലും ചെയ്യാം. അപ്പൊ ഞാൻ പരമാവധി അന്നത്തെ കേസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 7, 8, 9 പഠിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ നന്നായിട്ട് യൂസ് ചെയ്തു. അന്ന് ഞാൻ കുറേ കാര്യം എൻ്റെ അവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അങ്ങനെ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഏകദേശം 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ടൈമിൽ എനിക്ക് ഒരു ലാപ്ടോപ്പ് സ്വന്തമായിട്ട് വീട്ടുകാർ വാങ്ങി തന്നു. പിന്നെ അതിൽ ഞാൻ ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വന്ന് ഒരു തവണ എത്തിയപ്പോൾ പുറത്ത് ഫ്രീലാൻസ് ആയിട്ട് വർക്കൊക്കെ എടുക്കൽ തുടത്തി. ഫ്രീലാൻസ് വർക്ക് എടുത്തി. പിന്നെ അതിനുശേഷം കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു 2-3 കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ജോബ്? എന്തായിരുന്നു ജോബ്? വീഡിയോ എഡിറ്റർ ആയിട്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ. സൊമാറ്റോയില് ജോയിൻ ചെയ്തില്ലേ? സൊമാറ്റോ ഞാൻ ഏകദേശം ഒരു +2 കഴിഞ്ഞ് നമുക്ക് 18 വയസ്സ് തികഞ്ഞു, ലൈസൻസ് കിട്ടിയ ആ സമയത്ത് സൊമാറ്റോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് സംഭവം എന്തിനാ വെച്ചാൽ പോക്കറ്റ് മണി എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ജോയിൻ ചെയ്ത്. ഇപ്പോൾ ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുന്നത്. ഇപ്പോൾ പോലും എനിക്ക് ഒരു മാസം നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപ 3000 രൂപ, എനിക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും 2000 രൂപ 3000 രൂപ ചെലവുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൊമാറ്റോയിൽ ജോയിൻ ചെയ്തത്. ദർസ് പഠിക്കുന്ന ഒരാളാവുമ്പോൾ ഫുള്ള് എല്ലാവർക്കും ഒരു ഉസ്താദ്, ഖുർആന്, പള്ളി, ആ ഒരു ഇതിലെ ഫുള്ള് പോവല്ലേ? അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എൻട്രിന്ന് കോഡിങ് ചൂസ് ചെയ്തതെന്ന് പറയാമോ? സത്യത്തിൽ അങ്ങനെയാണ്. ഉസ്താദ് പഠിക്കുമ്പോൾ പള്ളി അങ്ങനെ പോവുക ചെയ്യാം. എനിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കോഡിങ് പഠിക്കാനായിട്ട്. അപ്പം കോഡിങ് പഠിക്കണം, അതിപ്പോൾ എവിടെ നിന്നും പഠിക്കാം.
ഞാൻ കുറെ ആളെടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻട്രി കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറെ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയാ ഒന്നുമില്ലെങ്കിൽ നീ യൂട്യൂബ് നോക്കി പഠിക്കും, യൂട്യൂബിൽ കുറെ സോഴ്സ് ഉണ്ട്, യൂട്യൂബ് നോക്കി പഠിക്കാന്നുള്ള ലെവലില്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ യൂട്യൂബിൽ നോക്കി പഠിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു തോണെത്തിക്കഴിഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ജേണി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇപ്പൊ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ആണ് ഞാൻ പഠിച്ചത്. ആ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 8 മാസം എടുത്തിട്ടാണ്. ഈ 8 മാസത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. കോഴ്സ് കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻട്രിയിൽ കോഴ്സ് എടുത്തു എന്നുള്ള നിലയിലാണ് ഞാൻ കോഴ്സുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ എൻട്രി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഉസ്താദിന് പഠിക്കണമുണ്ട്. അവിടെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ക്ലാസ് ഉണ്ട്. പിന്നെ അതിനുശേഷം വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ക്ലാസ് ഉണ്ട്. ഈ സമയം എനിക്ക് നല്ല കമ്മിയാണ്. അപ്പൊ എൻട്രി ആണെങ്കിൽ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കോഡിങ് എടുക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. എന്നെ ബേസ് ചെയ്തിട്ട് എനിക്ക് കോഡിങ് പഠിക്കണം, പക്ഷെ കോഡിങ് എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കേസിലാണ്. കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ കോഡിങ് എന്നെ സംബന്ധിച്ചിടത്തോളം എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കൽ കോഡിങ്ങാണ്. അതിനോട് ഇപ്പോ പൈത്തൺ പഠിക്കലും കോഡിംഗ് ആണ്. ഫുൾ സ്റ്റാക്കിൽ ഇപ്പോൾ Node.js എടുത്തിട്ട് പഠിക്കലും കോഡിങ്ങാണ്. എല്ലാം കോഡിങ്ങാണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ലെറ്റർ ടൈപ്പ് ചെയ്ത് നടക്കുന്നതൊക്കെ കോഡിങ്ങാണ്. അപ്പോൾ അന്ന് നോക്കുമ്പോൾ എനിക്ക് എന്ത് പഠിക്കണം എന്നറിയാതെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവരൊക്കെ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഫീസ് ഒക്കൂല, അല്ലെങ്കിൽ എനിക്ക് സമയം പറ്റൂല. അവര് കൃത്യമായിട്ട് അറ്റൻഡൻസ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇവിടുന്ന് എന്നെ വിളിച്ചു, എൻട്രിന്ന് എന്നെ വിളിച്ചപ്പോ ഒക്കെ ഓക്കെയാണ്, കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഏകദേശം എൻട്രി എന്നെ വിളിക്കുന്നത് ഒരു വൈകുന്നേര സമയത്താണ്, ഒരു 5 മണി 6 മണി ആ സമയത്ത് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത് ഈവനിങ് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കോഴ്സ് എടുത്തു എൻട്രിയുടെ. കാരണം 2 എണ്ണാണ്. ഒന്ന് എൻ്റെ സമയത്തിന് എനിക്ക് പഠിക്കാൻ പറ്റും, 2 എന്നുള്ളത് ഫീസാ. വീട്ടിലെല്ലാരും സപ്പോർട്ടായിരുന്നു ഈ ഒരു സംഭവം എടുക്കുമ്പോൾ? വീട്ടിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. കാരണം ഞാൻ കമ്പ്യൂട്ടറിൽ ഇരിക്കണ ആളാ. അപ്പൊ ഞാൻ കുറച്ച് വാപ്പാനായിട്ട് വിളിച്ചു ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, പഠിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ സമ്മതിച്ചു. പിന്നെ എന്റെ കോളേജിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഞാൻ പഠിക്കാം. അപ്പൊ അവിടെ സംസാരിക്കണം, ഉസ്താദിനായിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ ഉസ്താദും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ വാപ്പ ഉസ്താദ് ഈ 2 ആൾക്കാരാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയിട്ടുണ്ടെങ്കിലുള്ള ആൾക്കാർ. അപ്പോൾ ഓലായിട്ട് ചോദിച്ചപ്പോൾ ഓല് സപ്പോർട്ട് ചെയ്തപ്പോഴാണ് അങ്ങനെയാണ് കോഴ്സ് എടുത്തത്. സൊമാറ്റോ ഡെലിവറി ബോയ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് എൻട്രിന്ന് കോഡിങ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്തു? എൻ്റെ ഒഴിവ് സമയത്താണ് സൊമാറ്റോയിൽ പോയത്. അപ്പം ഞാൻ സൊമാറ്റോയിൽ പോണ സമയം എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച. ഈ സമയത്ത് എൻട്രിയിൽ എനിക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ എക്സ്പേർട്ട് സെക്ഷൻ ആവും. അപ്പോൾ അത് ഞാൻ പറയും അറ്റൻഡൻസിനാണ്, ഞാൻ റെക്കോർഡ് സെക്ഷൻ കണ്ടോളാന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് അറ്റൻഡൻസും തരും. പിന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ വർക്കായിട്ട് മുന്നോട്ട് പോകും. അപ്പോഴും ബൈക്ക് ഓടുമ്പോൾ ഫ്രണ്ടിലൊരു ഹോൾഡർ ഉണ്ടാവുമല്ലോ, മൊബൈൽ ഹോൾഡർ, അതിൽ ഞാൻ വെക്കും. എന്നിട്ട് ക്ലാസ് കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രൂപത്തിൽ എനിക്ക് സൊമാറ്റോ എൻട്രി എന്നുള്ളത് ഒരു സീനായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ കോഴ്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ അഡീഷണലി നമ്മൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നത് നിതാശ മാമായിരുന്നു. ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിന്റെ ബേസ് പറഞ്ഞുതരും. പിന്നെ അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കും, ഓരോ ടോപ്പിക് ഇടും, എന്നിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ, ഞാനൊന്നും സംസാരിക്കൂല. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ ബാക്കാണ്. അപ്പം ഞാനൊന്നും സംസാരിക്കാതിരിക്കും. അപ്പോൾ മാം വിളിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അവർ മ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ മാം ഒന്ന് ഇൻസ്പയർ ചെയ്യും. എടാ ഇത് ഓണാക്കി സംസാരിച്ചാലേ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പറ്റിക്കലാണ് അങ്ങനെ പറയുമ്പോൾ ഞാനിത് ഒരു ദിവസം ഓണാക്കിയപ്പോൾ ആഷികയെ വിളിച്ചപ്പോൾ ഓണാക്കി, 2ാമത്തെ ഉള്ളിയിലാണ് ഓണാക്കി. അപ്പോൾ ഓണാക്കി ഞാൻ ഉള്ളിൽ കയറി എന്തേലും പറയണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മാം പറഞ്ഞു എന്തേലും ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാലാണ് എണീക്കാറുള്ളൂ. മാം വിചാരിച്ചു എന്തേ പറയും, ഞാൻ പറഞ്ഞാലേ എണീക്കാറുള്ളൂ, ഞാൻ തൊട്ടാലേ അവള് ഉണരാളൂ, ഞാൻ തൊട്ടാലേ അവള് അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും അവള് ചെയ്യാറുണ്ട്. അവളെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എൻ്റെ സങ്കടത്തിലും അവളുണ്ടാവും, എൻ്റെ സന്തോഷത്തിലും അവളുണ്ടാവും. അപ്പൊ മാം ഇങ്ങനെ സ്റ്റുഡൻസ് അവരൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഇംഗ്ലീഷിലാ. എന്റെ ഇംഗ്ലീഷ് ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഇത് സിമ്പിൾ രൂപത്തിൽ എങ്ങനെ പറഞ്ഞ് എൻ്റെ ഈ കാര്യം തീർക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ മാം ഒക്കെ ഇങ്ങനെ കുറച്ചു നേരം സൈലന്റ് ആയി.
ഞാൻ പറഞ്ഞു ഷീസ് മൈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു. അപ്പോ മാം ആ സമയത്ത് പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു കാര്യം ആ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അപ്പം മാം കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇൻസ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഏത് സെക്ഷനും വോയിസ് ഓൺ ആക്കാതിരുന്നിട്ടില്ല. അതിനോടൊപ്പം തന്നെ സ്പീക്കത്തോൺ എന്ന് പറഞ്ഞിട്ട് ബാസില ഫാത്തിമ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സ്റ്റാർട്ടപ്പ് ഞാൻ ഏകദേശം ഞാൻ എല്ലാ ഇവൻറ്റ്സിനും പോകും. ഇപ്പോൾ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിനും പോകും, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഇവന്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകും. അപ്പൊ അങ്ങനെ കുറച്ച് നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് എന്നാണല്ലോ. അപ്പൊ കുറച്ച് അധികം നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അവന്മാരൊക്കെ സംസാരിച്ചിട്ടിരിക്കുന്ന ഗ്രൂപ്പിലാണെങ്കിലും ഞങ്ങൾക്ക് 2-3 കമ്മ്യൂണിറ്റികളുണ്ട്. അവന്മാരൊക്കെ സംസാരിച്ചിരിക്കണ ഒന്നുമില്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആവും, അല്ലെങ്കിൽ ഹൈ പാക്കേജ് ആവും. അപ്പൊ എനിക്ക് അതിന്നാണ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഐഡിയക്ക് ഒരു ഇത് വരുന്നത്, ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഫുഡ് പോക്കറ്റ് എന്നുള്ള ഒരു ഐഡിയ ആണ് നോക്കിയത്. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ പ്ലാറ്റ്ഫോം. അപ്പൊ അവർക്കൊരു ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്താലേ നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ 11 വർഷമായി ഈ ഉസ്താദ് എന്നുള്ള മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇതിലെന്തെങ്കിലും ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇതെന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ 11 വർഷത്തെ എന്റെ എക്സ്പീരിയൻസും അവിടെ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാം. അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടെത്തി അതിനിപ്പോ ഒരു സൊല്യൂഷൻ കൃത്യമായിട്ട്, ഇപ്പോ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് എങ്ങനെയും കൊടുക്കാം. അതിന് ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് ജനങ്ങൾക്കും ഇപ്പോൾ ഈ ഉസ്താദ് എന്നുള്ള മേഖലയിലാണെങ്കിൽ തന്നെ ഇത് അധികം യൂസ് ചെയ്ത് പരിചയമില്ലാത്തവരാ. അപ്പൊ അവർക്ക് അത്രയും യൂസർ ഫ്രണ്ട്ലി ആക്കണം. അതിന് കുറെ നോക്കി അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഉസ്താദുമാർക്ക് ഒരു ജോബ് പോർട്ടൽ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉസ്താദുമാർക്ക് തൊഴിൽ അന്വേഷിക്കാനുള്ള ഒരു ഇടം അങ്ങനെയുള്ള നിലയിലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ ഏകദേശം ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുക. ഐഡിയൽ സ്റ്റേജ് ഒക്കെ ആയി. ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജ് നമ്മൾ ഈ ഫെബ്രുവരി ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേനോ ഫസ്റ്റ് ആകുമ്പോഴത്തേനോ എന്തായാലും നമ്മൾ ലോഞ്ച് ചെയ്യും, ആപ്പ് ലോഞ്ച് ചെയ്യും. ഞാൻ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ഇവന്റ്സിന് പോയി എന്ന് പറഞ്ഞല്ലോ. അവിടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചത് ഫുൾ സ്റ്റാക്ക് ആണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലട്ടർ ഡെവലപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് സിമ്പിൾ ആയിട്ടാണ് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊജക്റ്റുമായി എനിക്ക് എൻ്റെ കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ ആയി. ഞാനൊരു ഇവന്റിന് പോയി. അന്ന് അവിടെ ഞങ്ങൾക്ക് റിയാക്റ്റിനെ കുറിച്ച് ഇത്തിരി അധികം പ്രസന്റ് ചെയ്യണം. ഞങ്ങളൊരു 4 ആളാണ് ഒരു ടീമിൽ, ഏകദേശം 5ഓളം ടീം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ടോപ്പിക് റിയാക്റ്റാ. ഞാൻ ഈ ഡ്രസ്സിലായതുകൊണ്ട് അവിടെ പോയിരുന്നപ്പോൾ ഞങ്ങൾ 4 ആളിൽ 3 ആൾ പറഞ്ഞു ഞങ്ങൾ ഒരു മിനിറ്റ് സംസാരിക്കാം. അവർ സംഭവം ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. ഞാൻ റിയാക്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവര് പറഞ്ഞത് എനിക്ക് അത്ര ഒരു സങ്കടമാണ്. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ അന്ന് പുറത്ത് പോയിട്ട് വരാന്നുള്ള നിലയിൽ ഇവന്റിൽ നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി. ആ സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഞാൻ പുറത്തിറക്കുന്ന ആ സമയത്താണ്. ഞാൻ വരുമ്പോൾ ഏകദേശം ഇവന്റിൽ പ്രസന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 ആളും കൃത്യമായിട്ട് റിയാക്ടിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ റിയാക്ടിന്റെ ഒന്നും നോക്കിയിട്ടില്ല എന്നാണ് ഇവരെ ഒരു ഇതില്. ഞാൻ പോയി അവിടെ ഇരുന്നപ്പോൾ എടാ ഞാനിത് നോക്കിയിട്ടുണ്ട്. ഇവർ 3 ആളും എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ പറയാറ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ 3 ആളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളേന്ന് കിട്ടിയൊരു ആകത്തുക ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പോൾ അവര് ഓക്കെ ആയി. എന്നിട്ട് പ്രസന്റ് ചെയ്യാൻ കയറുന്ന സമയത്ത് ഇവർ 3 ആളും പറഞ്ഞു ഞാൻ ആ സമയം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെസ്റ്റ് വേർഷനായിട്ട് ഞാൻ അവിടെ പെർഫോം ചെയ്തു. എന്നെ ആ സദസ്സിലുള്ള എല്ലാവരും കൈയടിച്ചു. ഒന്ന് ഞാൻ ഇപ്പം പറഞ്ഞ എന്താ വെച്ചാൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ നമ്മൾ എവിടെ പോയിട്ട് എന്ത് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കേസിലാണെങ്കിൽ തന്നെ ഈ ഡ്രസ്സിൽ ഞാൻ ഇപ്പൊ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഞാൻ ചോദിച്ചു ഇത് പഠിക്കട്ടെ എനിക്ക് താല്പര്യമുണ്ട്, പഠിക്കാൻ സമ്മതിച്ചു. എവിടെ പോയിട്ട് എന്തും ചോദിക്കണം. ഇപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റാർട്ടപ്പ് എന്താണെന്ന് വെച്ചാൽ ഉസ്താദ്മാർക്ക് ജോബ് പോർട്ടൽ എന്നുള്ള നിലയിൽ ഉസ്താദ്മാർക്ക് തൊഴിൽ അന്വേഷിക്കാനുള്ള അപ്പോൾ ഉണ്ട്. അത് വാട്സപ്പിലൊക്കെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുത്തനിക്ക് പെട്ടെന്നൊരു ജോബ് വേണം, അത് ഈ ജില്ലയിൽ വേണം. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മുടെ ഐഡിയ യുണീക്കായിട്ട് നമ്മൾ സെറ്റാക്കിയത്. ഇവിടെ നമ്മളിപ്പോ കുറച്ചൊരു ഇതിപ്പോ പ്രതീക്ഷിക്കണം എങ്ങനെയാ വെച്ചാൽ ഒരു 2 കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്ത് നല്ലൊരു സെറ്റാക്കി തീർക്കണം. ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇതിന്റെ കൂടെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അപ്പൊ ഈ ഉസ്താദ് മേഖലയിൽ പഠിക്കുന്നവർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പൊ അവരെ പഠിക്കണവര് തന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ അപ്സ്കിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കോഴ്സ് വേണം, അത് നമ്മുടെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. പുസ്തകന്മാർക്ക് തന്നെ അവിടെ നമ്മുടെ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിഖ് അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ടാവും. ഫിഖ് എന്നുള്ള ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കുറെ പഠിക്കാനുണ്ട്. ഈ അറബി എന്നുള്ളത് അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ
ഒരു മേഖല എടുത്ത് അതിൽ ഏറ്റവും ബെസ്റ്റായ ആളുകളെ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ കോഴ്സ് എന്നുള്ള നിലയിൽ യൂട്യൂബ് മാത്രമേ ഉള്ളൂ എന്നെപ്പോലുള്ള ഒരാൾക്ക് പഠിക്കാൻ. അപ്പം അവന്മാർക്ക് അഥവാ എന്നെപ്പോലെ പഠിക്കുന്ന ആളുകൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം ഞാൻ 11 കൊല്ലം ഇതിൽ പഠിച്ചു, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അത് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു 2 കൊല്ലം കൊണ്ട് ഇത് ബിൽഡ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഉസ്താദിന് പഠിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഞാൻ പഠിച്ചത് ഫുൾ സ്റ്റാക്ക് ആണെങ്കിൽ പോലും ഞാനിത് ഈ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതൊരു സക്സസ് ആയി തീരുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറേ ആളുകളായിട്ട് സംസാരിച്ചപ്പോഴും അവർക്കൊക്കെ ഈ ജോബ് പോർട്ടൽ എന്നുള്ള ആശയം വരുന്നത് ഇപ്പോഴാണ്. പഠിച്ചത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണല്ലോ, അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അത് ശരിക്കും ഹെൽപ്ഫുൾ ചെയ്തോ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോഴ്സ് ഹെൽപ്ഫുൾ ചെയ്തോ? ആ കോഴ്സാണ് ശരിക്കും ഹെൽപ്ഫുൾ ആയത്. ഓക്കെ. കാരണം ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് പോവായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഐഡിയ വരൂല. ഇപ്പൊ ഒരു ജോബ് പോർട്ടൽ ഉണ്ടാക്കുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് കൊണ്ട് ജോബ് പോർട്ടൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂലല്ലോ. ഇപ്പൊ ജോബ് പോർട്ടൽ ആയാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ വരൂല. ഇപ്പൊ ഈ ഫുൾ സ്റ്റാക്ക് പഠിച്ചപ്പോ ഇങ്ങനെയുള്ള കുറെ ആളുകളായിട്ട് നെറ്റ്വർക്ക് ഉണ്ടായി. അപ്പോ എൻ്റെ ഒരു ഐഡിയ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഫുൾ സ്റ്റാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നടക്കും. അപ്പൊ അങ്ങനെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് ബ്രോന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുമോ? ശരിക്കും പറഞ്ഞാൽ എന്തായാലും പറ്റും. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് പറ്റി. അപ്പോൾ നിങ്ങൾക്കും പറ്റുന്നതാണ്. പക്ഷെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഞാൻ ഫുൾ സ്റ്റാക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഏതെങ്കിലും യൂട്യൂബിൽ 4 വീഡിയോസ് കണ്ട് പോകുന്നതിന് പകരം നമ്മൾ കൃത്യമായിട്ട് നോക്കി അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അത് അങ്ങനെ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ബാക്കിയൊക്കെ ഈസി ആവും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് ആളുകൾക്ക് മടിയല്ല. അങ്ങനെയാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ? ഇപ്പോൾ സൊമാറ്റോ ഡെലിവറി ബോയിൽ നിന്നാണ് ഇപ്പോൾ കോഡിങ് പഠിച്ചിട്ട് ഒരു എന്താ പറയുക, നമുക്കൊരു ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സൊമാറ്റോ കഴിഞ്ഞ് നമ്മുടെ ഡ്രീം ജോബിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ്, ഒരു ഹാപ്പിനെസ് ഒന്ന് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാൻ പറയുമ്പോൾ സൊമാറ്റോ ഡെലിവറി ബോയ് ഉള്ള ആളുകൾക്കൊക്കെ വലിയ ഡ്രീമുകൾ ഉണ്ടാവും. അവന്മാരൊക്കെ ഒരു കോഴ്സ് പഠിച്ചിട്ട് അതിനോടൊപ്പം പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് പഠിച്ചിട്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ബാക്കപ്പ് നോക്കുമ്പോൾ ഇത് സത്യത്തിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. ഞാൻ പറയുമ്പോൾ ഒരു സൂപ്പർ ഹീറോ പവർ എന്നൊക്കെ പറയാം. അങ്ങനെ ഇതിൽ ചെയ്തു. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ജേർണിയിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയത് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സും സൊമാറ്റോ ഡെലിവറി ബോയുടെ എക്സ്പീരിയൻസും. 2 എക്സ്പീരിയൻസാണ്. കോഴ്സ് എടുത്താൽ കോഴ്സ് നമുക്ക് എവിടുന്നും പഠിക്കാം. പക്ഷെ ഈ എക്സ്പീരിയൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കോഡിങ് കോഴ്സ് പഠിച്ചിരുന്നില്ലെങ്കിൽ ബ്രോ എവിടെ എത്തി നിൽക്കുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ? ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറിലാണ് പോയോണ്ടിരുന്നത്. വീഡിയോ എഡിറ്റിങ്, ഫോട്ടോഷോപ്പ്. അന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈല് പോലെ സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാന്നാ. ഞാൻ അതിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൂടി. എന്തേലൊക്കെ ചെയ്യണം, എനിക്ക് ബെറ്റർ ആയിട്ട് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇത് 6 മാസം കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് 6 മാസം കഴിഞ്ഞ് നമ്മൾ കടലിലോട്ട് ഇറങ്ങാൻ പോവാം. അപ്പോൾ അത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ കുറേ പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അന്ന് ഇതിലോട്ട് തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ഡ്രീം ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് കമ്പനിയിൽ അങ്ങനെ പോയി സെറ്റ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുറേ ഡ്രീമുകളുണ്ട്. അന്ന് ഒരു ഡ്രീമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ ഡ്രീമുണ്ട് എനിക്ക്. എന്തേലൊക്കെ അന്ന് ഞാൻ പല പോഡ്കാസ്റ്റ് കാണുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, എനിക്ക് ലോകത്തിന് വേണ്ടിയിട്ട് ഒരു യുണീക്ക് സാധനം അഥവാ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും അതെനിക്ക് ചെയ്യണം. അതിപ്പോഴാണ് ഈ കോഴ്സ് എടുത്ത് ഈ സംഭവം ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായപ്പോഴാണ് ഈ ലോകത്തിന് വേണ്ടിയിട്ട് എൻ്റെതായ ഒരു ഡിഫറൻറ്റ് എനിക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ നോക്കുന്നത്. നമ്മുടെ എൻട്രിയിൽ തന്നെ ഇപ്പോൾ കോഡിങ് എടുക്കുന്ന കുറേ പിള്ളേരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്, അതേപോലെ തന്നെ നമ്മൾക്ക് ജോയിൻ ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് കണ്ടിരിക്കും. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യൂല. കുറേ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആവും. മോട്ടിവേഷൻ അങ്ങനെ എത്തി നിൽക്കും, പക്ഷെ ഒന്നും ചെയ്യൂല. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറ്റല്ലാത്തൊരു ലോകത്തേക്ക് നിങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് എന്തേലൊക്കെ ആയി മാറാൻ പറ്റും. നിങ്ങൾ തുടങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാവും, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതും പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നാൽ
നമുക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവും, കുറേ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അതൊക്കെ ഓക്കെ. പക്ഷെ അതിലുപരി എന്ത് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൽ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ആഷിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മുടെ എൻട്രിയിൽ ഈ കോഡിങ് പഠിച്ച് ഇനി സ്റ്റുഡൻസ് വരുന്നുണ്ട് അല്ലേ, അതേപോലെ ഇനി എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ബ്രോനെ പോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസും. അപ്പോൾ ബ്രോൻ്റെ കമ്പനിയിൽ അവർക്കും ജോലി കൊടുക്കുമോ? കൊടുക്കാം. അതെങ്ങനെയാ വെച്ചാല് ഞാനിവിടെ പ്രൊജക്ട് ഡെവലപ്മെന്റ് ചെയ്ത സ്റ്റേജിൽ എൻ്റെ ഒപ്പം കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇവന്മാർക്കൊക്കെയുള്ള ഐഡിയ എന്ന് വെച്ചാല് ഇതുവരെ ലോകത്തില്ലാത്ത ഒരുപാട് വെബ്സൈറ്റുകളാണ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ, ലോകത്തിന് എന്തെങ്കിലും ഇവർക്ക് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് ആണ് എൻട്രിന്ന് വരുന്നത്, അധികം വരും. അങ്ങനത്തെ സ്റ്റുഡൻസിനെ നമ്മൾ ഹയർ ചെയ്യുക. ഇന്നെന്താ നമുക്ക് കൊളാബ് ചെയ്തിട്ട് ലോകത്തിലൊരു ഡിഫറെന്റ് കൊണ്ടുവരാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം നമ്മുടെ കൂടെ ചെലവിട്ടതിന് റിയലി താങ്ക് യു. അതേപോലെ തന്നെ ഉയരങ്ങളിൽ കുറേ വലിയ വലിയ ഉയരങ്ങൾ എത്താൻ സാധിക്കട്ടെ. സോ താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു.